നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് വർക്ക് നമ്മുടെ കൊട്ടിയം പുല്ലിച്ചിറ പള്ളിയെടുത്താണ്. കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് ഔട്ട്ഡോറിനകത്ത് നിന്ന് സ്മെല്ല് വരുന്നു, പുക വരുന്നു വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും പോയി തുറന്ന് നോക്കാം. നമ്മൾ പോകുന്ന വഴി കുറച്ച് പായലൊക്കെ പിടിച്ചിരിക്കുകയാണ്. നമുക്ക് സൂക്ഷിച്ച് വേണം പോകാൻ. ഇപ്പോൾ എല്ലാവരും മഴയൊക്കെയാണ്, സൂക്ഷിച്ച് വർക്ക് ചെയ്യുക. നമുക്കിപ്പം ഔട്ട്ഡോർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം തുറന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പല്ലി കയറി ഷോർട്ടായിരിക്കുകയാണ് ബോർഡ്. അപ്പം അതാണ് പുക വരാൻ കാരണം. ഇത് മാസങ്ങളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന എ സിയാണ്. ഇൻവെർട്ടർ എ സികൾ പൊതുവേ ഉപയോഗിക്കാതിരിക്കരുത്. മാക്സിമം എല്ലാവരും ഉപയോഗിക്കാൻ നോക്കുക. ഇതിനകത്ത് കണ്ടില്ലേ പല്ലിയും കയറി മുട്ടയിട്ടിട്ടുണ്ട്. ആ പല്ലിയുടെ മുട്ടയാണ് ഇരിക്കുന്നത്. അതെല്ലാം ക്ലീൻ ചെയ്യാം. വേറെ സ്പെയർ PCB എന്തായാലും നമ്മൾ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നായിരുന്നു. നമുക്കത് മാറാം. ഇതാണ് PCB. ഏകദേശം നല്ല കോസ്റ്റ് വരുന്നതാണ് ഈ PCBക്ക്. അതുകൊണ്ട് ഇൻവെർട്ടർ എ സികൾ ആരും ഉപയോഗിക്കാതിരിക്കരുത്. ആഴ്ച ഒരിക്കലെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഉപയോഗിക്കാതിരുന്നാൽ ഇതിൻ്റെ ഔട്ട്ഡോറിൽ ബോർഡ് വരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാണികളും കാര്യങ്ങളൊക്കെ കയറി ഫെയിലിയർ ആവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും PCB മാറിയപ്പം സെറ്റ് ഓക്കെ ആയി. എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക. കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ ഇൻവെർട്ടർ എ സികൾ. സെറ്റ് ഓക്കെ ആയി. നമുക്ക് അടുത്ത വിളി വന്നിരിക്കുകയാണ്. അടുത്ത വിളി നമ്മളെ ഇരവിം ഭാഗത്തു നിന്നാണ് വന്നേക്കുന്നത്. ഇവിടെ കംപ്ലൈൻറ്റ് സെയിം കംപ്ലൈൻ്റ് ആണ്. ഔട്ട്ഡോർ വർക്കാവുന്നില്ല, ഇൻഡോർ മാത്രമേ വർക്കാവുന്നുള്ളതാണ് പറഞ്ഞത്. ഇരവിപുരം ഭാഗത്ത് അറിയാമല്ലോ, കടൽ തീരമാണ്. അതുകൊണ്ട് നമുക്ക് WD-40 മസ്റ്റായിട്ടും വേണം. കുറച്ച് അതൊക്കെ അടിച്ചിട്ട് വേണം ഈ AC ഇളക്കാൻ. അല്ലാതെ ഇളകി വരില്ല, എല്ലാം തുരുമ്പിച്ചിരിക്കുകയാണ്. കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്തപ്പം ഇതിൻ്റെ ഔട്ട്ഡോറിൻ്റെ ഫാൻ മോട്ടർ പോയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞില്ലേ WD-40 തന്നെ വേണം. ഇവിടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ തുരുമ്പിച്ച്, പിന്നെ നമ്മുടെ ഒരു രീതിക്ക് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ചെയ്ത് വയറ്റായി അടിച്ച് വെച്ചിരിക്കുകയാണ്. പുതിയ ഔട്ട്ഡോറിൻ്റെ ഫാൻ മോട്ടറും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് ഓക്കെ ആയിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.